അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പ്. അപ്പോൾ വൈകിട്ടൊക്കെ എന്തെങ്കിലും ചായയും കടിയൊക്കെ ഞാൻ തന്നെ വാങ്ങി കഴിക്കും. ബട്ട് എന്നാൽ പോലും വിശപ്പാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഫുഡ് കുക്ക് ചെയ്യാനൊരു മൂടില്ല. കാരണം ഇന്നലെ ഞാനൊരു കറി വെച്ചിട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഓർത്തു പുറത്ത് പോയി വാങ്ങാമെന്ന്. അപ്പം ഞാൻ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. നമുക്കിനി കുളിച്ചിട്ട് ഫുഡ് കഴിക്കാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നതിന് ഫുഡൊക്കെ വാങ്ങിച്ചത് ആറിപ്പോയി. ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ചിക്കൻ 65 ഇടിയപ്പമാണ് വാങ്ങിച്ചിട്ട് വന്നത്. അതിൻ്റെ കൂടത്തെ ഒരു കറി കിട്ടും, ചാറ് കറി കിട്ടും. അതിന് ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രം ഉണ്ടെങ്കിലും ഇടിയപ്പം കൂട്ടി കഴിക്കാം. ചൂടോടെ കഴിക്കാണ്ട് വായത്താടി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഫുഡ് തണുത്തുപോയി. പക്ഷേ നല്ല ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് സിനിമാടി ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു പോർട്ട്ഫോളിയോ പോലില്ല. പിന്നെ എന്നെ അറിയാവുന്നവർ പറയും എനിക്ക് ഓരോ സമയത്തും ഓരോ ആഗ്രഹമാണ്, അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ടതാണ്. കൊച്ചിലെ എന്ന് വെച്ചാൽ ഒരു 7ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ട് എയർ ഹോസ്റ്റസ് അഥവാ ക്യാബിൻ ക്രൂ ആണെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ക്യാബിൻ ക്രൂ ഇൻഡിഗോ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഉണ്ട്. പക്ഷെ അതിന് വരെ മിനിമം ഹൈറ്റ് റിക്വയർമെൻറ്റ് 155 സെൻറ്റിമീറ്ററാണ്. ഞാൻ 151 or 152 ഉള്ളൂ. സോ നമുക്കത് പറ്റത്തില്ല. അപ്പം ഞാനൊരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് പോയി. അപ്പം എന്നെ പരിചയമുള്ള എൻ്റെ കൂടെ ഡിഗ്രിക്ക് ചേർന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ 155 54 എന്നുള്ളൂ. അവൾക്ക് കിട്ടിയില്ല. അവളതിൻ്റെ സെലക്റ്റായിട്ട് പിന്നെ ഹൈറ്റ് ക്രൈറ്റീരിയ എന്തോ പറഞ്ഞിട്ടൊക്കെയാണ് കിട്ടാത്തത്. അപ്പോൾ അവൾക്ക് കിട്ടിയില്ല. 151 സെൻറ്റിമീറ്റർ ഉള്ള എനിക്ക് പിന്നെ കിട്ടാൻ എന്താ ചാൻസ് ഉള്ളത്? ഒരു ചാൻസും ഇല്ല. സോ ഞാനത് ക്വിറ്റ് ചെയ്തു. പിന്നെ സിനിമയുടെ ആവുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമായിരുന്നു. പക്ഷെ എൻ്റെ പേരൻസും പിന്നെ കുറേ പേര് പറയും സിനിമ ഇൻഡസ്ട്രി നല്ലതല്ല, സേഫ് അല്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എന്നാലും സ്റ്റിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ലുക്കും എൻ്റെ ഈ കോന്ത്രപ്പലും ഒക്കെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ശ്രമിക്കും. ഞാൻ ആകെ പോയേക്കുന്ന ഒരേ ഒരു ഓഡിഷനാണ്. അത് സിനിമയുടെ അല്ല, ഷോർട്ട് ഫിലിമിൻ്റെ. അതല്ലാണ്ട് എനിക്ക് ഒരു ഓഡിഷന് പോകാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് അതിന് വേണ്ടിയുള്ളൊരു പോർട്ട്ഫോളിയോ ഇല്ല, ഒരു പ്രസൻറ്റേഷൻ വീഡിയോ ഇല്ല. ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സാധിക്കാത്തത്. അതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. കാരണം ലോങ് വീഡിയോ ആയിട്ട് എന്തിടുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം എന്തോ ഫുഡ് വാങ്ങുമ്പോൾ ഇപ്പം ഒരു വീഡിയോ എടുത്താലോ ഞങ്ങൾ വിചാരിച്ചു. അപ്പം ഞാൻ എടുത്തത്. കാരണം ഞാനിപ്പോൾ എന്തോ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ഫീലാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടൈമിൽ നമ്മൾ നല്ലപോലെ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ നല്ലപോലെ ഇരിക്കുകയായിരുന്നു. ആ പീക്ക് ടൈം നമുക്ക് ഇപ്പോൾ കുറേ ഒരു 60 വയസ്സായി കഴിഞ്ഞാൽ, എനിക്കറിയില്ല കേട്ടോ, ജിമ്മിലൊക്കെ പോയി സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ഹൈക്കിങ്ങിനോ ഒരു ട്രക്കിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതേപോലത്തെ ചില സംഭവങ്ങളുണ്ടല്ലോ. അപ്പം
നമ്മളത് മാക്സിമം വിനിയോഗിക്കണമല്ലോ. ഇപ്പം എന്തോ ഒരുമാതിരി ഒന്നും ചെയ്യാത്ത പോലെ ഒരു ഫീലിംഗ് വരുന്നതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നും. അപ്പോൾ ഒരു ത്വര കയറും. ത്വര കഴിയുമ്പോൾ അവിടെ തന്നെ ഇരിക്കും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ മെയിൻ സ്വഭാവം എന്ന് വെച്ചാൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കാണും, അപ്പോൾ അത് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരെ ചെയ്യും, തിരിച്ച് നാളെ ചെയ്യും, പിന്നെ മടിയാവും. അതാണ് എൻ്റെ മോസ്റ്റ്ലി എനിക്ക് സംഭവിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഡാൻസ് പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഡാൻസ് എനിക്ക് ഇപ്പോഴും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്താൽ ഡാൻസ് ഞാൻ കളിക്കും, കൈയും കാലും ഒക്കെ വഴങ്ങും, മുഖത്ത് എക്സ്പ്രഷൻ വരില്ല. എക്സ്പ്രഷൻലെസ് ഫേസാണ് എൻ്റെത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, പക്ഷേ എക്സ്പ്രഷൻ അങ്ങോട്ട് വരുന്നില്ല. അതെന്ത് പറ്റണോ? എനിക്ക് എല്ലാവരും ഡാൻസ് കളിച്ച് ഒരു ട്രെൻഡിങ് വീഡിയോസൊക്കെ ഡാൻസ് കളിച്ച് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കളിക്കണം, ഇടണം എന്നൊക്കെ. അപ്പം കോൺഫിഡൻസില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് ഡാൻസ് കളിച്ചിട്ടിടാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യരതിൽ പാസ് ചെയ്താൽ ഞാൻ അവിടെ തന്നെ നിൽക്കും. അതായിപ്പോയി സ്വഭാവമല്ല, മടിയല്ല, എന്താ പറയുക, എന്തോ ഒരു പേര് പറയാം, അതിൻ്റെ പേര് പറഞ്ഞു. മടി. പിന്നെ ഒരിടയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പോലീസാവാൻ. ഒരു സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ പോലീസാവണം, പട്ടാളമാവണം, ഡോക്ടറാവണം. അപ്പം സീരിയസ് ആയിട്ട് എനിക്ക് ആക്ട് ചെയ്യുന്ന നല്ല ആഗ്രഹമുണ്ട്. ഇപ്പം വാഴ 3യുടെ അനൗൺസ്മെൻ്റൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് വാഴ 3യിൽ ഒരു സൈഡ് റോളെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ നന്നായിട്ട് അഭിനയിച്ച് ബൽപ്പിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഇതുണ്ട്, അറിയില്ല. പക്ഷെ എൻ്റെ ഈ മോന്തയൊക്കെ വെച്ച് തന്നെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. എനിക്ക് വേറൊരു ആഗ്രഹമുള്ളത് ഫ്ലൈറ്റിൽ കയറണം. ഇപ്പം എന്നുവെച്ചാൽ പ്രാന്തത്തിനെ പോലെ ഞാൻ ഇപ്പോൾ നമ്മളെ അടുത്തൂടെ ഏതെങ്കിലും ഫ്ലൈറ്റ് പോകുമെന്ന് വെച്ചോ, നമ്മുടെ അടുത്തൂടെ അല്ല ആകാശത്തൂടെ. അപ്പോൾ ഫ്ലൈറ്റ് ഇപ്പം തന്നെ ഫ്ലൈറ്റ് റഡാർ എടുക്കും, ഏത് ഫ്ലൈറ്റാണ് പോയി നോക്കും, എവിടേക്കാണ് പോകണമെന്ന് നോക്കും. എന്തിനാന്ന് പോലും അറിയില്ല, വെറുതെ നോക്കുക. വെറുതെ അല്ല കേട്ടോ, അത് നോക്കി കഴിയുമ്പോൾ ആ ഫ്ലൈറ്റ് അവിടെ പോവാം, ഫ്ലൈറ്റിൽ എത്ര ആൾക്കാരുണ്ടാവും, എനിക്കെങ്കിലും പോകാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടും. പണ്ട് ഞാൻ എന്തായാലും പോവും, അതുറപ്പാണ്. ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നടന്നാലും, പക്ഷേ എയർ ഹോസ്റ്റസ് അത് നടക്കത്തില്ല. അതൊന്നും നടക്കത്തില്ല. അതിന് ഹൈറ്റ് തന്നെ വേണം, അതല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. ഹൈറ്റ് ഇത്രയും വലിയൊരു സംഭവമൊന്നും ഈ എയർ ഹോസ്റ്റസ് പഠിക്കാനില്ല. ക്യാബിൻ ക്രൂ പഠിക്കാൻ പോകുമ്പോഴാണ് ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ അവിടുത്തെ ആ സാറ് പറഞ്ഞത് നമുക്ക് കോൺഫിഡൻസിലാണ് കാര്യം. പുള്ളി പറഞ്ഞതിൽ ഞാൻ അങ്ങോട്ട് വീണു. ഞാൻ പൈസയും കൊടുത്തു, 2-3-4 മാസം പോവുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടി കോൺഫിഡൻസ് അല്ല കാര്യം, BMI ആണ് കാര്യം, കറക്റ്റ് ഹൈറ്റ് ഉണ്ടെങ്കിലേ അവരെടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ആവും എന്ന് പറഞ്ഞു. കോഴ്സ് ഞാൻ നൈസായിട്ടൊക്കെ നിർത്തി. എന്നിട്ട് അവരെന്നെ പല രീതിയിലും കൺവിൻസ് ചെയ്യാൻ നോക്കി, ബട്ട് ഞാൻ നിർത്തി. 2-2.5 ലക്ഷം രൂപ ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ. പഠിച്ചിട്ട് ഉണ്ടായവരൊക്കെ ഉണ്ടാവും, പക്ഷെ എൻ്റെ ഹൈറ്റില്ലല്ലോ, എനിക്കറിയാമല്ലോ ഓൾറെഡി. ക്യാബിൻ ക്രൂ ആവാൻ എൻ്റെ തൊട്ടടുത്തൊരു എത്തിയോട് പറഞ്ഞു,
അതാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന്. അപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് തന്നെയാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന്. പിന്നെ എന്തിനാണ് അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈറ്റ് കുറവുള്ള എന്നേക്കാൾ തീരെ കുറവുള്ള കുട്ടികൾ മുതൽ ഹൈറ്റ് ക്യാബിന് പോലെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാ പറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എനിക്ക് അറിയുന്നില്ല എപ്പോഴും. പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ പൈലറ്റ് ആവുന്നത്. അതെനിക്ക് ഒട്ടും പറ്റാത്ത കാര്യം. കാരണം എനിക്ക് മാത്സ് ഒട്ടും വരില്ല, ഒട്ടും പറഞ്ഞാൽ ഒട്ടും വരില്ല. എപ്പോഴും ഹരിക്കാതെ ഗുണിക്കാനൊന്നും ഗുണിക്കാൻ പിന്നെ അറിയാം, ഹരിക്കാൻ പിന്നെ എപ്പോഴും എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കങ്ങനെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല. ഒരാളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. 8ാം ക്ലാസ്സൊക്കെ എത്തിന് 2 പേര്, എന്നാൽ അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പിന്നെയും കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ആകെ ഞാൻ മര്യാദയ്ക്ക് പഠിച്ചെഴുതിയൊരു പരീക്ഷ ഉണ്ട്, ജൂനിയർ റെഡ് ക്രോസ്. ടോപ്പറാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്കതെന്തോ ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പഠിക്കാൻ. അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ആ സ്കൂളിൽ ഈ റെഡ് ക്രോസ് പരീക്ഷ പാസ്സായി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് അസംബ്ലിയിൽ വെച്ചിട്ട് പ്രൈസ് കൊടുക്കും. മറ്റേ ട്രോഫി കൊടുക്കും. അപ്പോൾ ഞാൻ നല്ലവണ്ണം പഠിച്ചു. എന്ന് വെച്ചാൽ ട്രോഫി കിട്ടാൻ പഠിച്ചതല്ല, എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന എക്സാമിന് മുന്നേ ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ പോലത്തെ ഒരു സാറുണ്ടായിരുന്നു. എല്ലാ സ്കൂളിലും ഉണ്ടാവുമല്ലോ. പുള്ളി ഇങ്ങനെ മെയിൻ ടോപ്പേഴ്സ്, സ്കൂളിലെ എല്ലാ ഡിവിഷനിലെ മെയിൻ ടോപ്പേഴ്സിനോട് ചോദിക്കും, നിങ്ങൾ ആരാ വാങ്ങാൻ പോകുന്നത്? ഐ മീൻ സരിതയാണോ അതോ തുഷാരയാണോ? ഇത് എക്സാമ്പിൾ പേരാട്ടോ, ഒരു റിയൽ നെയിംസ് ഞാൻ പറയുന്നില്ല. ആരായിരിക്കും മാർക്ക് കൂടുതൽ വാങ്ങുകയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, അവരോട് ചോദിക്കുമായിരുന്നു. അപ്പം മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയതാക്കാം എനിക്കാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ വർഷം അങ്ങനെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് വളരെയധികം എനിക്കറിയാം. പുള്ളിക്ക് എന്തോ എന്നെ ഇഷ്ടമല്ലായിരുന്നു. അതെനിക്കറിയാം, പുള്ളിക്കറിയാം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഒരു കാര്യമാണ് ഇങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നതിലാന്ന് എനിക്ക് മനസ്സിലാവും. പരിപാടി ഏകദേശം കഴിയാറായിട്ടു. അപ്പം ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നാളെ ഉച്ചക്കത്തേക്ക് ഞാൻ ചോറ് വെക്കും. എനിക്ക് രാവിലെ ഉണ്ട് ചോറ് വെക്കുന്നത് ഇഷ്ടമല്ല. ചോറ് വെക്കും, കറി വെക്കും, പിന്നെ തുണി വാഷിംഗ് മെഷീനിലിടും, എന്നിട്ട് അത് തിരിച്ചിടും, എന്നിട്ട് കടന്നു തുടങ്ങും. അത്രയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ ചുണ്ടിൻ്റെ കോലം കണ്ടോ എന്തൊരു പരട്ടായിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും 2 നേരം ലിപ് ബാം ഇട്ടിട്ടാണ് ഉറങ്ങുക. അല്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാം. എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം ഒരു 10:30 ആയിട്ടുണ്ട്. 10:30 പൊതുവെ ഉറങ്ങാറില്ല. റീൽസ് തോണ്ടി ഒരു 11:30 ആയിട്ടാണ് ഉറങ്ങുക. അല്ലാണ്ട് 10:30 കയറി കിടന്നുറങ്ങുന്ന ഒരു നല്ല കൊച്ചല്ല ഞാൻ. അതിനെനിക്ക് പറയുന്നതിന് വലിയ അഭിമാനമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ, കയറി കിടന്നുറങ്ങുന്ന ടൈപ്പല്ല എന്ന് പറഞ്ഞതാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.